ഒരു കാരണവശാലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇനി ഉടനെ കൂട്ടിക്കൊടുക്കരുത്. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും പഴയ സർക്കാർ ഭരണം വിട്ട് പടിയിറങ്ങുമ്പോഴും സർക്കാർ ജീവനക്കാരെ സന്തോഷിപ്പിക്കാൻ ശമ്പളം, DA, മറ്റ് അലവൻസുകൾ കൂട്ടിക്കൊടുക്കും. ഇനിയും ഇങ്ങനെ കൂട്ടിയാൽ ഒരുപക്ഷെ കേരളം തന്നെ ഇല്ലാതെയാകും. മാത്രമല്ല, പങ്കാളിത്ത പെൻഷൻ നിർത്തുകയും ചെയ്യരുത്. ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവരുടെ കൂടിയ പെൻഷൻ അത് കുറച്ചുകൊണ്ട് മറ്റെല്ലാ പെൻഷൻ പദ്ധതികളുമായി പാരിറ്റി ഉണ്ടാക്കുകയും വേണം. 65 വയസ്സിന് ശേഷം ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരേ ജീവിതാവസ്ഥകളും ജീവിത ചെലവുമാണുള്ളത്. ഈ ഭൂമിയിലെ ഓരോരുത്തരും ഒന്നല്ലെങ്കിൽ വേറെ ഒന്നായിട്ടുള്ള തൊഴിലുകൾ ചെയ്താണ് ജീവിതം കഴിക്കുന്നത്. ആ തൊഴിലുകളെല്ലാം സമൂഹത്തിന് വേണ്ടിയാണ്. അവരെല്ലാം സാമൂഹ്യ ജീവികളും ഈ സമൂഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഭാഗമാവുകയാണ്. അവരുടെ ജോലിയുടെ വൈറ്റ് കോളർ, ബ്ലൂ കോളർ, ബ്ലാക്ക് കോളർ സ്വഭാവം വെച്ച് അവരെല്ലാം വേർതിരിക്കുന്നത് വംശീയതയാണ്. പെൻഷൻ നൽകുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ തന്നെ എല്ലാവരും ഒരുപോലെ അവർ കാണാൻ വേണ്ട നിയമം കൊണ്ടുവരണം. സമൂഹത്തിൽ തൊഴിലെടുക്കുന്ന പൗരന്മാരിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം നൽകിക്കൊണ്ടിരിക്കുന്ന വർദ്ധിത പെൻഷൻ ക്രിമിനൽ കുറ്റം തന്നെയാണെന്ന നിയമം നിർമ്മിക്കണം. പെൻഷൻ ഏകീകരിക്കണം. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരുപോലെ പെൻഷൻ നൽകണം. ഇനി ജോലി ഇല്ലാതിരുന്നവർക്കും ജോലിയുള്ളവരെ പോലെ അത്രയും തന്നെ സാമൂഹ്യ പെൻഷൻ ആ പദ്ധതി നൽകണം, കൊണ്ടുവരണം. കേരളത്തിൽ മാത്രമാണ് ഇത്രയധികം പെൻഷനും സർക്കാർ ജീവനക്കാർക്ക് വർദ്ധിച്ച ശമ്പളവും ഒക്കെ കൊടുക്കുന്നത്. ഇത്രയും ശമ്പളം കൊടുത്തിട്ട് പൊതുജനങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ കൈ നീട്ടിയിരിക്കുക. കൈക്കൂലിക്ക് ഒരു കുറവുമില്ല. വല്ല കുറവുമുണ്ടോ? ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്ര കൈക്കൂലി കേസുകളാണ് മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത്, പിടിക്കപ്പെട്ടാത്ത എത്രയോ കേസുകളാണ്. ഒന്നിൽ അവർക്ക് ശമ്പളം കൊടുക്കണം, ഇല്ലെങ്കിൽ ശമ്പളത്തിന് പകരം കൈക്കൂലി ഏർപ്പെടുത്തണം. അവർക്ക് ഇഷ്ടമുള്ള തുക ചോദിച്ച് വാങ്ങിച്ചോട്ടെ. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം. ജോലിയിലിരുന്ന സമയത്തെല്ലാം ശമ്പളത്തിന് പുറമെ കൈക്കൂലി, പോരാഞ്ഞതിന് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ കോടികൾ ഗ്രാറ്റുവിറ്റിയും PF-ഉം മറ്റ് ആനുകൂല്യമായി കയ്യിൽ കിട്ടുന്നു. പിന്നെ കൈ നിറച്ചു പെൻഷനും. ഇവരെ പോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ എല്ലുമുറിയെ പണിയെടുത്ത ജീവനക്കാർക്ക് ലഭിക്കുന്നത് തുച്ഛമായ ശമ്പളം മാത്രം. അവർക്ക് പെൻഷനുമില്ല, കോടികളുടെ ആനുകൂല്യങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഈ പെൻഷൻ പദ്ധതി നിർത്തലാക്കിയിട്ട് എല്ലാവർക്കും സാമൂഹ്യ പെൻഷൻ കൊടുക്കണം. അതിനുള്ള ആർജവം സതീശൻ സർക്കാർ കാണിക്കണം. എങ്കിൽ നിങ്ങളെ പൊതുജനം പൂവിട്ട് തൊഴും. ഏറെ നാളുകളായി കേരളം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ഏകീകരിക്കണം. ഇത് രണ്ടും ചെയ്യാൻ ആർജവം കാണിക്കണം. എതിർപ്പുകൾ ഉണ്ടാകും, അതിനെ മറികടക്കണം. കുഴപ്പം കാണിക്കുന്നവരെ പിരിച്ചുവിടണം. അതിന് നിയമം ഉണ്ടാക്കണം. സതീശൻ സർക്കാരിന് പറ്റുമോ അത്? ചിന്തിക്കുക. ഇല്ലെങ്കിൽ അതിനായി പോരാടുവാനും നേടിയെടുക്കുവാനും പുതിയ ഒരു ശക്തി ഉയർന്നു വരണം. പൊതുജനങ്ങൾ പിന്തുണയ്ക്കും. ഡൽഹിയിൽ ആപ്പ് വന്നതുപോലെ, തമിഴ്നാട്ടിൽ വിജയ് വന്നതുപോലെ കേരളത്തിലും പുതിയ ശക്തി ഉയർന്നു വരണം.